ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. ഇവിടെ ഈശോ പറയുകയാണ്, ഒരു മുന്തിരിത്തോട്ടം ഒരാൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ ഫലം എടുക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹം ഭൃത്യന്മാരെ അയക്കുകയാണ്. ഈ മുന്തിരിപ്പഴങ്ങളുടെ ഫലത്തിന്റെ ഓഹരി ലഭിക്കാനായിട്ട് അദ്ദേഹം ഭൃത്യന്മാരെ അയക്കുന്നു. ആദ്യം ഒരാൾ അയക്കുന്നു, അയാളെ അവർ മാനിക്കുന്നില്ല. രണ്ടാമത് ആളെ അയക്കുന്നു, അയാളെയും അവർ മാനിക്കുന്നില്ല. മൂന്നാമത് ആളെ അയക്കുന്നു, അയാളെയും അവർ മാനിക്കുന്നില്ല. ഈ കൃഷിക്കാര് മാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 3 എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ ഈ യജമാനൻ കൃഷിക്കാരിൽ നിന്നും തന്റെ ഓഹരി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു എന്നുള്ളതാണ്. 3 ഭൃത്യന്മാരെ ഇവരുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യേണ്ടതിന്റെ പരമാവധി ചെയ്തു. എന്നിട്ടും അവർ ഇയാളോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇയാൾ എന്ത് ചെയ്യാണ്, എന്നാ പിന്നെ എൻ്റെ മകനെ തന്നെ അയച്ചേക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ സ്വന്തം പുത്രനെ അയക്കുകയാണ്. നമ്മളൊരെ ഈശോ യഹൂദരോട് ഈ ഉപമ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഉപമയാണ്. ആ ഒരു ബന്ധത്തെയാണ് ഈശോ ഈ ഉപമയിലൂടെ വരച്ചു കാണിക്കുന്നത്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യനിൽ നിന്നും ദൈവത്തിന് കിട്ടേണ്ട ഒരു സ്നേഹം, അല്ലെങ്കിൽ ബഹുമാനം, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെയൊക്കെ ദൈവം അയക്കുന്നുണ്ട്. പക്ഷെ അവർ മാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അവൻ സ്വന്തം പുത്രനെ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, അല്ലെ? എവിടം വരെ പോകാമോ അവിടം വരെ പോയി നിനക്ക് വേണ്ടി പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി നീ ദൈവത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള കഥ, അല്ലെ? നീ എങ്ങനെ ദൈവസ്നേഹത്തോട് നീ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവസ്നേഹത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് ആ ദൈവസ്നേഹത്തിൽ പങ്കുപറ്റാനും ആ ദൈവത്തോട് ചേർന്ന് രക്ഷ അനുഭവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.